അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. നമ്മൾ ഓരോരുത്തരും ഒരു യാത്രയിലാകണല്ലേ? ജീവിതമാകുന്ന യാത്ര. ഈ യാത്ര അവസാനിക്കുന്നിടത്ത് നിന്ന് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നു. ഈ ദുനിയാവിൽ ഒരാള് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യാത്രക്കൊരുങ്ങിയാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് വിഷമിക്കേണ്ടി വരും അല്ലേ? ഒന്നും കരുതാതെ, ഒന്നും തയ്യാറാകാതെ ചുമ്മാ അങ്ങനെ അങ്ങ് പോയാൽ അവൻ്റെ യാത്രയിൽ ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ യാത്രക്ക് ആവശ്യമായ സാധനങ്ങളൊന്നും കരുതിയിട്ടില്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ പരലോകത്തേക്കുള്ള ദീർഘമായ യാത്രയിൽ നമ്മളൊന്നും കരുതാതെയാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എത്ര ഖേദകരമായിരിക്കും അല്ലേ? ഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും ഉത്തമമായ യാത്രാ വിഭവം എന്ന് പറയുന്നത് അത് തഖ്വയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിലുള്ള തഖ്വ. നമ്മളെപ്പോഴും അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്റോട് കൂടി അവനിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ എത്ര നന്നായിരിക്കുമല്ലേ നമ്മളെ ലാസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഖുർആൻ പാരായണത്തിൽ മുഴുകിയിട്ടുള്ള സമയത്താണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത്ര നല്ലൊരു മരണം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അതേസമയം നമ്മൾ മൊബൈലിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. ആ സമയത്താണ് മലക്കുൽ മൗത്ത് വരുന്നെങ്കിലോ എന്തായിരിക്കും നമ്മളെ അവസ്ഥ അല്ലേ? നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഒത്ത് ഇരുന്ന് നല്ല റബ്ബിനെ കുറിച്ചുള്ള സംസാരത്തിലായിരിക്കുമ്പോൾ ആ സമയത്താണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ അതെത്ര നല്ല സുന്ദരമായ മരണമായിരിക്കും. അതേസമയം കൂട്ടുകാരോടൊത്ത് പരദൂഷണവും ഏബത്തും പറയുന്ന സമയത്താണെങ്കിലോ നമ്മൾ ഓരോ സെക്കൻഡിൽ ഇത് ഓർത്താൽ മതി. നമ്മുടെ നന്മയിലേക്ക് നമ്മൾ ധൃതി കാണിക്കുക. കാരണം നമ്മുടെ മരണം നമ്മുടെ തൊട്ട് പിറകിൽ തന്നെ ഉണ്ട്.